ഹേയ് ഫിഷർ ഡോക്ടേഴ്സ്, നീറ്റ് 2024 കഴിഞ്ഞു. അതിൻ്റെ നിങ്ങളുടെ റിസൾട്ട് വന്നു. റിസൾട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീറ്റ് 2025 ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന മക്കളോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. മക്കളെ, ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് ആർ നീറ്റ് 2025 ജേർണി. ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ലായിരിക്കും, ഞാൻ എന്ത് ചെയ്യണം, ഇനി ഞാൻ ഈ എക്സാം ഒക്കെ എഴുതിയിട്ട് കാര്യമുണ്ടോ, ഇത്രയധികം കോൺട്രവേഴ്സീസ് ഉള്ള ഒരു പരീക്ഷയാണ്, അടുത്ത വർഷം ഇങ്ങനെ അഴിമതികളൊക്കെ നടക്കില്ലേ? അഴിമതികൾ ഉണ്ടാകും, അത് മുമ്പും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന വർഷം നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നത് വളരെ ഉചിതമായ തീരുമാനങ്ങൾ നമ്മളുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഉണ്ടാവും. NTA അതനുസരിച്ച് നമുക്ക് നമ്മുടെ എക്സാം എഴുതുന്ന മക്കൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ എക്സാം നടത്തും. നമുക്ക് ഓൺലൈനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മുടെ എക്സാം നടത്തിപ്പിൽ ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ എക്സാം റദ്ദാക്കുന്ന ഒരു സിറ്റുവേഷൻ വരില്ല എന്നാണ് വിചാരിക്കുന്നത്. ബട്ട് അഗെയിൻ വി ഡോണ്ട് നോ. ബട്ട് നമുക്ക് ഇപ്പം ഇതൊന്നും ആലോചിച്ച് സമയം കളയേണ്ട ഒരു ടൈം അല്ല. ഇപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ്, നിങ്ങൾക്കറിയാലോ മീഡിയയിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി. പക്ഷെ അവസാനം സഫർ ചെയ്യുന്നത് ആരായിരിക്കും? അതിൻ്റെയൊക്കെ വിക്ടിംസ് ആയിരിക്കും. അതുപോലെ മക്കൾ സഫർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നീറ്റ് 2025 ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങേണ്ട സമയമായി. അപ്പോൾ മക്കൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പുതിയ NCERT ആണോ പഴയ NCERT ആണോ യൂസ് ചെയ്യേണ്ടത്, വിച്ച് NCERT ടു യൂസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക, യു ക്യാൻ റെഫർ ടു ദ ന്യൂ NCERT. ബിക്കോസ് നമ്മൾക്ക് ഈ കഴിഞ്ഞ നീറ്റിൽ ക്വസ്റ്റ്യൻസ് വന്നതും ഒക്കെ നമ്മളുടെ പുതിയ NCERT ബേസ്ഡ് ആയിട്ട് തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഭാഗങ്ങൾ റിമൂവ് ആയിട്ടുണ്ട്. അപ്പം പുതിയ NCERT ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയ NCERT റെഫർ ചെയ്യുക. ഇനി പഴയ NCERT ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. കാരണം പുതിയ NCERT പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. പഴയതിലെ കുറേ കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ടാണ് പുതിയ വേർഷൻ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴയതാണെങ്കിൽ നിങ്ങൾ ആ അവോയ്ഡ് ചെയ്യപ്പെട്ട ചാപ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്ത് പഠിച്ചാൽ മതി. ചില ചാപ്റ്റേഴ്സിന് ചില ഭാഗങ്ങൾ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി പുതിയത് നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ. പക്ഷേ ഐ സജസ്റ്റ് യു ക്യാൻ ഫോളോ ദ ന്യൂ NCERT. പിന്നെ നിങ്ങൾക്കറിയാം നീറ്റ് പ്രിപ്പറേഷന് NCERT റീഡിങ് മസ്റ്റാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരിക അതിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ രണ്ടാമതായിട്ട് എല്ലാവർക്കുള്ള സംശയം, നിങ്ങൾക്ക് +2 ഇപ്പം വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ +2 ഒക്കെ എങ്ങനെയൊക്കെയോ ആവറേജ് ആയിട്ട് പാസ്സായി പോയി. സോ എനിക്ക് വലിയ ബേസ് ഒന്നുമില്ല. അപ്പം ബേസ് മുതൽ പഠിച്ചു തുടങ്ങണോ? ബേസ് മുതൽ പഠിച്ചു തുടങ്ങണം. എസ്പെഷ്യലി നിങ്ങൾ വിചാരിക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി അല്ലേ, അപ്പോൾ അതിലിപ്പോൾ മാത്സിൻ്റെ ഒന്നും കാര്യം ആവശ്യമില്ലല്ലോ, അപ്പോൾ മാത്സ് ബേസിക്സ് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നല്ല. അല്ല, നിങ്ങൾക്ക് മാത്സിൻ്റെ കുറച്ചെങ്കിലും ബേസിക്സ് അറിഞ്ഞിരിക്കണം, എസ്പെഷ്യലി ഫിസിക്സിലേക്ക് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ. അപ്പം ഏറ്റവും ബേസ് മുതൽ പഠിക്കുക, ബേസിക്സ് മുതൽ പഠിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഏത് സോഴ്സ് വെച്ച് പഠിച്ചാലാണോ, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ, എങ്ങനെ പഠിച്ചാലാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അതുപോലെ വീഡിയോസൊക്കെ കണ്ട് ബേസിക്സ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ സിലബസിലേക്ക് കടക്കുക. കാരണം ഒറ്റയടിക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് NCERT ഒക്കെ വായിക്കാൻ തുടങ്ങിയാൽ ചിലപ്പം ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാം ഒന്നും മനസ്സിലായി എന്ന് വരണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ട് ബേസിക്സ് ഒക്കെ മനസ്സിലാക്കി നമ്മൾക്ക് ഒറിജിനൽ സിലബസിലേക്ക് പോകാം. പിന്നെ മക്കൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് നിങ്ങൾ എഴുതുന്ന പരീക്ഷകൾ, എക്സാംസ് ഒക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോൾ മുതൽ ചെയ്തു തുടങ്ങണം, എക്സാംസ് ഒക്കെ എപ്പോൾ മുതൽ ചെയ്തു തുടങ്ങണം എന്നുള്ളത്. ഞാൻ സജസ്റ്റ് ചെയ്യുക, റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ആദ്യത്തെ സ്റ്റേജ് മുതലേ, ആദ്യത്തെ ദിവസം മുതലേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങണം എന്നാണ്. ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് ഒരു ചെറിയൊരു ടോപ്പിക് ആണെങ്കിൽ പോലും, ഒരു ചാപ്റ്ററിൻ്റെ ഒരു 5 പേജാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ പോലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ബിക്കോസ് നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ അറിയാം, നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് മാർക്ക് തരുന്നത് എന്താണ്? നിങ്ങൾ ആൻസർ ചെയ്യുന്ന, കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്ന ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമ്മൾ എത്രമാത്രം പഠിച്ചാലും ആ കോൺസെപ്റ്റ്സ് അല്ല നമ്മൾ എക്സാമിൽ എഴുതി വെക്കാൻ പോകുന്നത്. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ NCERT റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ സൈലത്തിലൊക്കെ വരുന്ന മക്കൾക്ക് നമ്മൾ ആദ്യം മുതലേ ഡെയിലി ടെസ്റ്റുകളും ഒക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ചെറിയ ടോപ്പിക്ക് പഠിച്ചാൽ പോലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഇതൊരു ശീലാക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ കുറച്ചങ്ങ് പോകുമ്പോൾ, ഇപ്പം നമ്മളിപ്പം ജൂൺ മാസത്തിലെത്തി അല്ലേ,
അപ്പോൾ അടുത്ത മെയ് 2025 നമ്മുടെ പരീക്ഷ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിനി ഒരു വർഷം മുഴുവൻ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫെസ്റ്റിവൽസ് വരും, കാര്യങ്ങൾ വരും, ലീവുകൾ വരും, അങ്ങനെ ഒരുപാട് സമയം പോകും അല്ലേ. അപ്പൊ നിങ്ങൾ ശരിക്കും സീരിയസ് ആണെങ്കിൽ, നിങ്ങൾ ശരിക്കും വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഈ പരീക്ഷ എന്താണെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി യു ഹാവ് ടു സ്റ്റാർട്ട് നൗ. ഇനി ചിലരൊക്കെ വിചാരിക്കും ഇത്രയും കോൺട്രവേഴ്സീസും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ള എന്തിനാണ് ഈ പരീക്ഷ ഞാൻ എഴുതുന്നത്, അതിലും ഭേദം ഞാൻ വേറെ വല്ല രാജ്യത്തും പോയി പഠിച്ചാൽ പോരെ. യെസ്, വേറെ രാജ്യത്ത് പോയി പഠിക്കണമെങ്കിലും നിങ്ങളുടെ നീറ്റ് സ്കോർ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിഫയിങ് മാർക്സ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അല്ലെങ്കിൽ ഓരോ രാജ്യവും അവിടുത്തെ മെഡിക്കൽ കമ്മീഷൻസ് ആവശ്യപ്പെടുന്ന ഒരു ബേസ് സ്കോർ ഉണ്ടാവും. ആ സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തൊക്കെ നിങ്ങൾക്ക് പോയിട്ട് ഈ മെഡിക്കൽ ഡിഗ്രി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബേസ് സ്കോറെങ്കിലും നമുക്ക് വാങ്ങിക്കേണ്ടേ. അപ്പോൾ നിങ്ങളെ പ്രിപ്പറേഷൻ തുടങ്ങുക. നിങ്ങൾ എന്ത് തന്നെ തീരുമാനം എടുത്താലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട്. അപ്പോൾ മക്കൾ ആലോചിക്കാം, മാം ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ, ഒന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം അല്ലേ. അപ്പോൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ NCERT പുതിയതാണോ പഴയതാണോ ഫോളോ ചെയ്യേണ്ടത്. പുതിയതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക, പക്ഷെ പഴയത് യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. അതിൽ ചാപ്റ്റേഴ്സ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതി. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്ഡേറ്റഡ് സിലബസ് അവർ ഒന്നും കൂടി റിലീസ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സിലബസ് വെച്ചിട്ട് നമുക്ക് അവർ റിലീസ് ചെയ്ത സിലബസ് വെച്ചിട്ട് ആ ടോപ്പിക്സ് മാത്രം ബേസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, പിന്നെ പറയാനുള്ളത്, ഇനി സിലബസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ, എന്തെങ്കിലും ചാപ്റ്റേഴ്സ് റിമൂവ് ആകുമോ, ആഡ് ചെയ്യപ്പെടുമെന്നൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇതുവരെ നമുക്ക് സിലബസിന്റെ മാറ്റങ്ങളെക്കുറിച്ച് ഒരു അപ്ഡേറ്റും NTA സൈഡിൽ നിന്നും വന്നിട്ടില്ല. ഇപ്പം നിങ്ങൾക്കറിയാലോ, നീറ്റ് എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതൊന്ന് സെറ്റിൽ ആയതിനു ശേഷമായിരിക്കും നമ്മുടെ സിലബസിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ നീറ്റ് 2025 അല്ലെങ്കിൽ നീറ്റ് 2026 ഒക്കെ ഫോക്കസ് ചെയ്യുന്ന മക്കളാണെങ്കിൽ ഇപ്പം എല്ലാ സ്ഥലത്തും റീനീറ്റ് വേണം, അങ്ങനെ കുറേ സ്ലോഗൻസും കുറേ ഓൺലൈൻ ക്യാമ്പയിൻസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലതാണ്, നമ്മൾ തെറ്റുകൾക്ക് പ്രതികരിക്കണം. അത് നമ്മൾ ശരിയായ രീതിയിൽ കൂടി പ്രതികരിക്കുക. കേസ് ഫയൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മക്കളെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ നിയമപരമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം ഇങ്ങനെയുള്ള അൺനെസസറി ഡിസ്കഷൻസിൽ കളയാതിരിക്കുക. എവിടെയെങ്കിലും ആരെങ്കിലും അവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാണ്, അപ്പോൾ അതിൻ്റെ താഴെ പോയി കമൻ്റ് ഇടുന്നു, ലൈവിൽ കയറുന്നു, ഭയങ്കര ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രഷ്യസ് ടൈമാണ്. കാരണം അതിൽ വരുന്ന ഒരു 90% പേർക്കും എന്താണ് നടക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം ഇൻജസ്റ്റിസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്താണെങ്കിലും ഉണ്ടാകും. അതിന് ജസ്റ്റിസ് വിൽ ബി സെർവ്ഡ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അല്ലാത്ത പക്ഷം മക്കൾ വെറുതെ പോയിട്ട് സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. അവിടെ നിങ്ങളുടെ പ്രഷ്യസ് ടൈം പ്ലാൻ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയില്ല ഇപ്പം തന്നെ എല്ലാം അങ്ങോട്ട് പഠിച്ചു തുടങ്ങണമെന്ന് ഞാൻ പറയില്ല. ഇഫ് യു ഹാവ് മെയ്ഡ് അപ്പ് യുവർ മൈൻഡ്, നമുക്കൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം അല്ലേ. അപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും കുറേ പേരൊക്കെ നമ്മുടെ ഹൈബ്രിഡിലൊക്കെ ചേർന്നിട്ടുണ്ട്. കുറേ പേര് ഓൺലൈൻ ബാച്ചസിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഫീനിക്സ് ബാച്ചിൻ്റെ ക്ലാസ് നമ്മൾ ഇനിയും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്, റിപ്പീറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഏത് ബാച്ചിൽ പഠിക്കുന്ന മക്കളാണെങ്കിലും നിങ്ങൾക്ക് സ്വയമായിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്, എൻ്റെ സ്റ്റഡിയെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവണം. ഓക്കെ, സോ ആ ഒരു സ്റ്റഡി പ്ലാൻ മക്കൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുക, പ്രിപ്പയർ യുവർ സ്റ്റഡി പ്ലാൻ. അതനുസരിച്ച് നമ്മൾക്ക് മുമ്പോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ഞാൻ വന്നത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് എ പോസിറ്റീവ് ഹാപ്പി മൈൻഡ്. ലെറ്റ്സ് ബിഗിൻ അവർ നീറ്റ് പ്രിപ്പറേഷൻ. അതിനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് സൈലം നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ എല്ലാം നന്നായിട്ട് വരും മക്കളെ, പഠിക്കാൻ തുടങ്ങുക. പിന്നെ നീറ്റ് 2025 പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ച് നമ്മുടെ എക്സാമിനെ നേരിടാൻ നമുക്ക് നല്ലപോലെ സമയമെടുത്ത് ബേസിക്സ് ഒക്കെ പഠിച്ച് നമ്മൾക്ക് എൻറ്റയർ സിലബസ് വൃത്തിയായി പഠിച്ച് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. നീറ്റ് 2025 is waiting for us. All the very best.